ആരാധനയ്ക്ക് വന്ന ദൈവത്തിൻ്റെ പൈതൽ ദൈവരാജ്യത്തിലിരിക്കുകയാണ്. നമ്മളെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് കർത്താവ് തൻ്റെ രാജ്യത്തിൽ കൊണ്ടിരുത്തിയിരിക്കുക. ഒരല്ലി പറഞ്ഞേ, ദൈവമക്കൾ എവിടെ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ രാജ്യത്തിലാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിനൊരു രാജാവുണ്ട്. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ പേര് രാജാതിരാജാവെന്നാണ്. അവൻ കർത്താതി കർത്താവാണ്. അവൻ്റെ രാജ്യത്തിൽ നിന്നെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരുടെ കാലത്തൊക്കെ ലോകത്തിൽ പ്രജകളായിരുന്നു. ആരായിരുന്നു? പക്ഷേ നമുക്ക് ദൈവം തന്നെ പ്രജകളല്ല. പ്രജകളെന്ന് പറഞ്ഞാൽ 100 കാര്യങ്ങൾക്ക് കപ്പം കൊടുത്ത് കരം കൊടുത്ത് ആ രാജാവ് പറഞ്ഞ കേട്ട് അടിമയായിട്ട് കഴിയേണ്ടി വരാം. പക്ഷെ നമുക്ക് ലഭിച്ചേക്കുന്നത് പൗരത്വമാണ്. നല്ല ഹല്ലേലൂയ പറയണം. നമ്മൾ ദൈവരാജ്യത്തിലെ പൗരന്മാരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പൗരത്വമുണ്ട്. നമ്മളെ നിയന്ത്രിക്കാനൊരു രാജാവുണ്ട്. അത്യാവശ്യം വന്നാൽ നിനക്ക് ചുറ്റും ദൂതന്മാരെ പാളയമിറക്കി നിന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് നീ എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കണം. സന്തോഷമുള്ളവർ രാവിലെ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞു, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. അടുത്ത നിമിഷം എന്താണെന്നറിയാവുന്ന ആരും ഇവിടെ ഇരിപ്പില്ല. ഒരു സ്കൂളിലെ 13 അധ്യാപകർ ടൂർ പോയതാണ്. സന്തോഷം കൊണ്ട്. ഒരു വെക്കേഷനാണല്ലോ. ഒരു വർഷം മുഴുവൻ കിടന്ന് തലയിട്ട് അലച്ച് പിള്ളേരെ പഠിപ്പിച്ച് വഴക്കും പറഞ്ഞ് അടിയും കൊടുത്ത് പരീക്ഷയിട്ട് പേപ്പറും നോക്കി ഒക്കെയുള്ള ഒരു ഇതൊന്നും മാറിയിട്ട് 2 ദിവസം ഒരു യാത്ര പോയി തിരിച്ചു വന്ന് അടുത്ത ക്ലാസ്സുകൾ നടത്താൻ വേണ്ടി ഒരുങ്ങി വന്ന ആ സ്കൂളിലെ 9 അധ്യാപകരും പോയി. ഇനി 3 പേരെ ശേഷിക്കുന്നുള്ളൂ. ഒറ്റ നിമിഷം മതി എല്ലാം കൂടെ തീരാൻ. പക്ഷേ ഇന്ന് രാവിലെ വരെ ദൈവം നമ്മളെ സൂക്ഷിച്ചു. സ്തോത്രം. അവരുടെയൊക്കെ പ്രത്യാശ അതുകൊണ്ട് തീരുകയാണ്. പക്ഷെ നമ്മുടെ പ്രത്യാശ അവിടെ തീരുന്നതല്ല. നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ 14 ദിവസം സൂര്യനെ കാണാനില്ല, 14 ദിവസം ചന്ദ്രനെ കാണാനില്ല, പകലാണോ രാത്രിയാണോ എന്നറിയത്തില്ല. ആഹാരം മുഴുവൻ കടലിൽ കളഞ്ഞ ആഹാരമില്ല. അവർ 14 കഴിക്കാതിരിക്കുക. എന്നൊരു ഒരാൾ പറയാണ്, എനിക്കൊരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. മറ്റാർക്കും 276 പേർക്കും ഒരു പ്രതീക്ഷയില്ലാതിരിക്കുമ്പോൾ ഒരുത്തൻ പറയാണ്, എനിക്ക് ഒരു ഉടയവനുണ്ട്. എൻ്റെ ഉടയവൻ ഞാൻ സേവിക്കുന്നവനാണ്. എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്ന കർത്താവ് ഈ പ്രതികൂലത്തിൻ്റെ വലിയ രാത്രിയിൽ രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം നശിച്ച ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നീ ഭയപ്പെടണ്ട. രാവിലെ ആരോടോ ദൈവം പറയുന്നു, ഞാൻ ഒത്തിരി തുഴയുന്നു, ഒത്തിരി ഓടുന്നു, ഒത്തിരി അധ്വാനിക്കുന്നു, പക്ഷേ രക്ഷപ്പെടും എന്നുള്ള ആശയില്ലാത്തിടത്ത് രാവിലെ സ്വർഗം നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാവിലെ കർത്താവിനെ സ്തുതിച്ചാരാധിച്ച് ഇളകി മറിയുന്ന തിരമാലയിൽ, ആടി ഉലയുന്ന പടകിൽ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൽ, ഓ റിഗലമനബസ്, ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനും മാത്രമേ മറ്റുള്ളവരെ ബലപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 276 പേടിച്ചു വിറച്ചിരിക്കുക. സൂര്യനില്ല, ചന്ദ്രനില്ല, കടൽക്കാറ്റടിക്കുന്നു, അത് ഈശാനമൂലനാണ്. പടക് തകരാൻ പോകുന്നു, രക്ഷപ്പെടുമെന്ന് ആശ നശിക്കുന്നു, മുങ്ങിച്ചാകാൻ തുടങ്ങാൻ തോന്നുന്നു. 14 ദിവസമേ ആഹാരമില്ല. പക്ഷെ ഒരു മനുഷ്യൻ പറയാണ്, ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. അത് പറയണമെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്നവനെ പറയാനൊക്കത്തുള്ളൂ. ഇന്ന് രാവിലെ എന്നോട് കർത്താവ് നിങ്ങളോട് പറയാൻ, ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. തകർന്ന കപ്പൽ തകരട്ടെ, അതങ്ങ് തകരട്ടെ, അത് പീസായി വേർപിരിയട്ടെ, എല്ലാവരും കൂടെ കടലിലോട്ടങ്ങ് വീഴട്ടെ. പക്ഷെ പീസായ കപ്പലിൻ്റെ പലക പിടിച്ചാലും നിന്നെ അക്കരെ കൊണ്ടെത്തിക്കും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു, അല്ല കര പറ്റത്തില്ലെന്ന് വാദിക്കുന്ന പൈശാചിക മേഖലകളിൽ നിന്നെ കൊണ്ട് കര പറ്റിക്കാൻ കഴിയുന്ന, ഓ റമന, വിശ്വസിക്കുന്നവർ ആരാധിക്കുന്നത് രാവിലെ നിന്നെ കരയെത്തിക്കുന്ന ഉടപരമനബസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസേ, നിനക്ക് മാത്രം എന്താ ഈ ധൈര്യം? മറ്റവരെല്ലാം മുങ്ങിച്ചാകാൻ ഭയപ്പെട്ടിരിക്കുമ്പോൾ നിനക്കെന്നാ ധൈര്യം? അവൻ പറയാണ്, എൻ്റെ ഉടയവൻ. എനിക്ക് ആരുണ്ട്? പറഞ്ഞ എല്ലാവരും അടുത്തിരിക്കാൻ കൈയോട്, എനിക്ക് ഉടയവനുണ്ടെന്ന് പറഞ്ഞില്ല എല്ലാവരും. എനിക്ക് ആരുണ്ട്? എനിക്കൊരു ഉടയവനുണ്ട്. വിശ്വാസമാണോ? എനിക്കൊരു പാസ് ഉണ്ടെന്നല്ല,
എനിക്കൊരു പ്രവാചകൻ ഉണ്ടെന്നല്ല, എനിക്കൊരു കൂട്ടുവിശ്വാസി ഉണ്ടെന്നല്ല, എനിക്കൊരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. നിന്റെ കാര്യം നോക്കുന്ന, നിന്റെ വ്യവഹാരം നടത്തുന്ന ഒരു ഉടയവൻ. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ലൈവിൽ കാണുന്ന സ്നേഹിതരോട് പറയട്ടെ, നിനക്കൊരു ഉടയവനുണ്ട്. അതുകൊണ്ട് ആ ഉടയവനാണ് എന്നോട് പറഞ്ഞത്, നിന്നെ ഞങ്ങളുടെ റോമിൽ കൊണ്ട് നിർത്തും, കൈസറുടെ മുമ്പിൽ നിർത്തും എന്ന് പറഞ്ഞ ഉടയവൻ എല്ലാവരും കേട്ടെ, എന്ന് പറഞ്ഞ ഉടയവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഈ കപ്പൽ തകരുന്നതോ, ഈ കടലിളകുന്നതോ, ഈ പ്രതികൂലം വരുന്നതോ ഒന്നും എനിക്ക് വിഷയമല്ല. അവനെ ഞാനാണ് സേവിക്കുന്നത്. അതെൻ്റെ ഉറപ്പാണ്. ഇന്ന് രാവിലെ എൻ്റെ ഉടയവനായ ദൈവത്തെ ഞാൻ സേവിക്കുന്ന ആളാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ അവൻ ഭാഗ്യവാനാണ്. മറ്റാരിലും നീ ആശ്രയിക്കരുത്. ആരും സമയത്ത് നിന്നെ സഹായിക്കത്തില്ല കേട്ടോ. എല്ലാവരും കൈമലർത്തി കാണിക്കുമ്പോൾ കൈമലർത്താത്ത ഒരുവനുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കണമെന്ന് രാവിലെ. ഹല്ലേലൂയ. ഓ റബലബലബലബലബഷ്. ആ ഉടയവന്റെ ദൂതൻ ഈ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോ, എൻ്റെ അടുക്കൽ ദൂതൻ നിന്നിട്ട് എന്നോട് എന്താ പറഞ്ഞത്? പൗലോസേ ഭയപ്പെടരുത്, കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. അപ്പൊ ഈ പ്രശ്നത്തിൽ നീ തീരത്തില്ല, ഈ തകർച്ച കൊണ്ട് നീ അവസാനിക്കത്തില്ല, ഈ കടഭാരം കൊണ്ട് നീ മുടിയത്തില്ല, ഈ രോഗം കൊണ്ട് നീ ചാകത്തില്ല. നിനക്ക് ഇനിയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിന്റെ മുമ്പിൽ ഞാൻ വരച്ച ഓട്ടം തീർന്നിട്ടില്ല. അത് തീരുന്നത് വരെ നിന്നെ നടത്തുന്നത് ഞാനാണ്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? കുടുംബങ്ങളോട്, വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ പ്രവചിച്ചു പറയുന്നു, ദൈവമാണ് നിനക്ക് റൂട്ട് വരച്ചതെങ്കിൽ. ഓ രബല ബല 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 ഷൈഡരാധരാധര റൗഷാരമന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു പക്ഷെ തോന്നിയേക്കും, എന്തിനാണ് ഈ അപ്രതീക്ഷിതമായ നിമിഷത്തിൽ ഇങ്ങനൊരു പ്രശ്നം വന്നത്, ഇങ്ങനൊരു കൊടുങ്കാറ്റ് അടിച്ചത്, ഇങ്ങനെ സൂര്യേന്ദ്രന്മാരെ കാണാതായത്, രക്ഷപ്പെടാനുള്ള ആശ നശിച്ചതെന്തിനാണ് എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ നീ ഒരാൾ നിമിത്തം ഒരു ദേശം മുഴുവൻ രക്ഷിക്കപ്പെടാനുണ്ട്. അതിന്നു വരെ ദൈവനാമം അറിഞ്ഞിട്ടില്ലാത്തൊരു ദ്വീപ. ആ ദ്വീപിൻ്റെ പേര് മെലിത്ത എന്ന, ഇന്നത്തെ മാൾട്ട. അവിടെ ഒരു ദേശാധിപതി രാജ്യം ഭരിക്കുകയാണ്. അവിടുത്തെ ഒരു പ്രശ്നം, അവിടെ പതിയിരിക്കുന്ന ഒരു സർപ്പശക്തിയുണ്ട്. ആ സർപ്പം കടിച്ചാലത്തെ പ്രത്യേകത, ഒന്നിൽ കടിക്കുന്നവൻ വീർക്കും എന്നിട്ട് ചാവും, അല്ലെങ്കിൽ ചത്തവൻ വീർക്കും. ഒരുമാതിരിപ്പെട്ട പെട്ടിക്കകത്തോ ഒരുമാതിരി അളവെടുത്ത് പടുന്ന കല്ലറയ്ക്കകത്തോ ഇവനെ കയറ്റി വെക്കാനൊക്കത്തില്ല, ചത്തു വീർക്കും, അല്ലെ വീർത്ത് ചാവും. അപ്പോൾ ആരെ ഇത് കടിച്ചിട്ടുണ്ടോ ആൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദേശം മുഴുവൻ ഭയപ്പെട്ട കഴിയുന്നേ. തമ്പുരാൻ പറഞ്ഞു, എനിക്ക് അവിടെ ഒരു കൂട്ടം ജനമുണ്ട്, ആ ജനത്തെ നീ ചെന്ന് വിടുവിക്കണമെങ്കിൽ ഈ കപ്പൽ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ റോമിലെ നിർത്തും. ഹലോ, ഇപ്പം നമുക്കിവിടെ ദുബൈക്ക് പോകുന്നൊരു ഫ്ലൈറ്റ് അല്ലേ, ന്യൂയോർക്കിൽ പോകുന്ന ഫ്ലൈറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എനിക്ക് പെസഫിക്കിൻ്റെ മണ്ടയ്ക്ക് കൂടെ പോകാൻ അല്പം പ്രയാസം. അതുകൊണ്ട് ഇടയ്ക്ക് ലാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ലാൻഡ് ചെയ്യത്തില്ല. എനിക്ക് അറ്റ്ലാന്റിക്കിൻ്റെ മേടിൽ കൂടെ പോകാൻ ഭയങ്കര പ്രശ്നമാകുന്നില്ല. തുടങ്ങിയാൽ പിന്നെ ന്യൂയോർക്കിൽ നിർത്തും. അങ്ങനെയാണെങ്കിൽ ഈ കപ്പൽ എവിടെ നിർത്തും? അപ്പം നിർത്താനൊരു സ്റ്റോപ്പ് ഉള്ളതിനെ തമ്പുരാൻ വഴിയിൽ ഉടച്ചിട്ട് പൗലോസിനെ അവിടെ കയറ്റിയിട്ട് ആ പാമ്പിനെ ആദ്യം തകർത്തു. നീ ഒരു പട്ടണത്തിൽ വന്നാൽ, നീ ഒരു ഭവനത്തിൽ ചെന്നാൽ ആദ്യം ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് പോകരുത്. ആ ഭവനത്തെ മുടിക്കുന്നൊരു വ്യാപാരമുണ്ട്, ആ പട്ടണത്തെ മുടിക്കുന്നൊരു വ്യാപാരമുണ്ട്. അവൻ അങ്ങനൊന്നും പ്രത്യക്ഷപ്പെടത്തില്ല. അവനിങ്ങനെ തണുപ്പ് പറ്റിയിരിക്കുകയാണ്. തീ കത്തിയാലേ അവൻ വെളി വരത്തുള്ളൂ. ആരാധനയ്ക്കകത്ത് ആത്മാവിൻ്റെ തീ കത്തിയാൽ വെളി വരാത്ത ഒരു പോരുമില്ല. ഇന്ന് രാവിലെ ഞാൻ ദൂത് പറയുമ്പോൾ ഈ പട്ടണത്തിലെ പൈശാചിക ആധിപത്യങ്ങൾ പുറത്തു വരണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ.
രാവിലെ ദേശാധിപതികളായ ചില ശക്തികൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പോകുകയാണ്. അണലി കൊത്തി കയ്യെ തൂങ്ങി കടിച്ചു തൂങ്ങിയവൻ എന്ന് പറഞ്ഞാൽ പല്ലാഴത്തിലിറങ്ങിയെന്ന കടിച്ചു തൂങ്ങി. അപ്പൊ ഇവരെല്ലാം കൂടെ പറയുകയാണ്, കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും നമ്മുടെ ദേശത്തിൻ്റെ ദൈവം നീതിദേവി, അവിടുത്തെ പിശാചിൻ്റെ പേരെന്താണ്? നീതിദേവി, ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ചത്തു വീഴുന്നത് കാണാൻ, വീർത്ത് ചാകുന്നത് കാണാൻ എല്ലാവരും തുറച്ചു നോക്കിയിരിക്കുമ്പോൾ ഭക്തൻ അഭിഷേകമുള്ളവനല്ലേ, ഇവൻ കടിച്ച അഭിഷേകത്തേല. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. ഇവൻ കടിച്ചത് പൗലോസിൻ്റെ ശരീരത്തിലല്ല, പൗലോസിൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തില. അഭിഷേകം ഒന്ന് കുടഞ്ഞപ്പോൾ ആ കടിച്ചു തൂങ്ങിയത് തീക്കകത്തോട്ട് വീണ് ക്ഷണത്തിൽ കരിഞ്ഞു മാറി. ഒരല്ലേലൂയ പറയണം. നിന്നെ ദുഷിക്കുന്നവര് നിന്നെ ദേവനെന്ന് വിളിക്കുന്ന പരിവസ്ഥിതി ഒരുക്കാൻ ദൈവത്തിന് ഇന്ന് രാവിലെ കഴിയുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ എല്ലാ കാലത്തും ദൈവത്തെ അല്ലിയ സ്തുതിപ്പാൻ തയ്യാറായാൽ, ഹല്ലേലൂയ. എപ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കണം? എല്ലാ കാലത്തും. കഷ്ടകാലത്തും നീ ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ ഒരു കാലമുണ്ട്. എന്തോ കാലം? കഷ്ടകാലം. കഷ്ടകാലത്ത് കർത്താവ് പറഞ്ഞു, നീ എന്നെ വിളിച്ചൊന്ന് അപേക്ഷിച്ചാൽ മതി. എന്നെ വിളിക്കുകയും ചെയ്യണം, നീ എന്നോട് അപേക്ഷിക്കുകയും ചെയ്യണം. വിളിച്ച് അപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? അതിനെന്താ കർത്താവ് ഒരു ഗ്യാരണ്ടി? എടാ, ഞാൻ കഷ്ടങ്ങളെ ജയിച്ചവനാടാ. നിന്നോട് ചുമ്മാ ഞാൻ പറയുമല്ല, നീ ഇപ്പൊ പോകുന്ന കഷ്ടങ്ങളെല്ലാം ഞാൻ ജയിച്ചവനാണ്. ജയിച്ചവനാ പറഞ്ഞത്. ഇന്ന് രാവിലെ ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നവൻ ജയിച്ചവനാണ്. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ പ്രിയ മക്കളെന്ന പോലെ, ആരെ പോലെ? ദൈവജനം ആരായി മാറണം? എന്നെ ശ്രദ്ധിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ ശ്രദ്ധിച്ച്. നിങ്ങൾ ആരായി മാറണം? ദൈവത്തിൻ്റെ പ്രിയ മക്കളായി മാറണം. പ്രിയ മക്കളായി മാറിയാൽ പ്രിയ മക്കൾ വന്ന് ആരാധിക്കുന്നിടത്ത് സൗരഭ്യമുണ്ടാകും. അവരൊന്നിച്ച് ആരാധന കഴിക്കുന്ന യാഗത്തിൽ നിന്ന് സൗരഭ്യത്തിൻ്റെ വാസന പുറപ്പെടും. നാറ്റമല്ല പുറപ്പെടുന്നത്, സൗരഭ്യമാണ് പുറപ്പെടുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ആലയം ദൈവത്തിന് സൗരഭ്യം പരക്കാൻ ദൈവമക്കളെ യാഗമർപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഞാൻ വിവരിക്കുന്നില്ല. നിങ്ങൾ 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 ഒന്ന് ഓടിച്ചു വായിച്ചേ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നോക്കി നിങ്ങളെ വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും, നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, ബൈബിളിലോട്ട് കുഞ്ഞുള്ളത് ഇവിടെ നോക്കിയാൽ മതി. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും. എല്ലാ കാലത്തും നീ ദൈവത്തെ സ്തുതിക്കാൻ പറയുമ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും. അല്ലാതെ ബെന്തിക്കോസുകാരുടെ ഹോളിനകത്ത് മാത്രമല്ല, സഭയ്ക്കകത്ത് മാത്രമല്ല, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ, എല്ലാവരുടെ വാക്കി പറഞ്ഞേ, ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഒരല്ലേലൂയ പറയണം. നിന്നിൽ നിന്ന് ക്രിസ്തുവിന്റെ സൗരഭ്യം പുറത്തേക്ക് പരക്കണം. ഹല്ലേലൂയ. ആരാ രക്ഷിക്കപ്പെട്ടവര്, ആരാ നശിക്കുന്നവര്? കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞു ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക്. ഇപ്പൊ ലോകത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ദൈവം ഉണ്ടാക്കുന്നുണ്ട്. അവരാരാണ്? നശിക്കുന്നവര്. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും അവരുടെ പ്രവൃത്തിയെല്ലാം നാശത്തിലേക്ക് പോകുന്നതാ. എന്നാൽ അതിനിടയ്ക്ക് നമ്മുടെ പേര് രക്ഷിക്കപ്പെടുന്നവരാരാണ്?
യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിച്ച് അവൻ്റെ രക്തത്താൽ കഴുകി അവൻ്റെ ആത്മാവിനെ പ്രാപിച്ച് നശിക്കുന്നവരുടെ ഇടയിലും ജീവിക്കുന്നവരുടെ ഇടയിലും ഒരുപോലെ സൗരഭ്യം പരത്തുന്നവരായ നമ്മളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവർ ഭാഗ്യവാന്മാരാണ്. ഇന്ന് രാവിലെ നമ്മളെ എത്ര പേരുണ്ടെന്നുള്ളതല്ല വിഷയം, നമ്മളിൽ നിന്ന് സൗരഭ്യം പരക്കണം. മറിയ പറഞ്ഞു, മാർത്ത പറഞ്ഞു, കർത്താവേ അവിടെ നിന്ന് തുറക്കുവൊന്നും വേണ്ട, 4 ദിവസമായി. നിനക്ക് വേണമെങ്കിൽ വന്നിരുന്നെങ്കിൽ മരിക്കുന്നതിന് മുമ്പേ അവനെ എഴുന്നേൽപ്പിക്കാമായിരുന്നു, അല്ലെ മരിച്ചു കഴിഞ്ഞ് അടക്കുന്നതിന് മുമ്പേ സഹായിക്കാമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോഴെല്ലാം കഴിഞ്ഞു പോയി. അവിടെ നാറ്റം വെച്ച് തുടങ്ങി. നാറ്റം വെച്ചെന്ന് പറഞ്ഞത് നൈലോകക്കാരല്ല, സ്വന്തം പെങ്ങളാ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, അല്ലിയ അവനെ വെച്ച ഇടം കാണിക്ക്. അവനോട് ചെന്ന് കല്ല് മാറ്റാൻ പറഞ്ഞു. കല്ല് മാറ്റി അവനെ ഒറ്റ പേര് വിളിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. നിങ്ങളെ 12-ാം അധ്യായം, യോഹന്നാൻ്റെ 12-ാം അധ്യായം 1 മുതൽ 3 വരെ ഒന്ന് ഓടിച്ചു വായിച്ചേ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയിലേക്ക് യേശു പെസഹായിക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അടുത്ത വാക്യം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജട മാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. അടുത്ത വാക്യം. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. നാറ്റം വെച്ചെന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞെന്നൊരു ഹല്ലേലൂയ പറയണം. ഇന്ന് രാവിലെ ദൂതൊന്ന് ഏറ്റെടുത്ത് ദൈവത്തെ രാവിലെ സ്തുതിച്ചേ. നിങ്ങളോട് പറയാൻ എന്നോട് ആത്മാവ് പറയുന്നു, നാറ്റം വെച്ച കേസാ പാസ്റ്റർ അങ്ങനത്തെ കാര്യത്തിനൊന്നും പോയി ഇടപെടരുത്, പാസ്റ്റർ മാറി നിന്നാൽ മതി, ആ വിഷയം ഒന്നും ഏറ്റെടുക്കരുതെന്ന് പോലും പറയുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാവിലെ ആ വീട്ടുകാരും നാട്ടുകാരും കൂടെ നാറ്റം വെച്ചെന്ന് പറഞ്ഞത് ഒരു സൗരഭ്യത്തിലേക്ക് വരാൻ പോകുകയാണെന്ന് വിശ്വസിക്കാൻ മനക്കരുത്തുള്ളവരുണ്ടെങ്കിൽ അവർ രാവിലെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. നാറ്റം വെച്ചു തുടങ്ങി എന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ ഹല്ലേലൂയ. ഈ 4 നാളെന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ ദിവസമാണ്. യഹൂദന്റെ ഇടയിൽ പൊതുവെ ഒരു ധാരണയുണ്ട്, ഒരാൾ മരിച്ചാലും അവൻ്റെ ആത്മാവ് പൂർണ്ണമായി അവനെ വിട്ടുമാറണമെങ്കിൽ 3 ദിവസം എടുക്കും. 3 ദിവസം എടുക്കും. അതുകൊണ്ട് അവർ ഈ 3 ദിവസം കല്ലറയ്ക്കകത്തുള്ള ഒരു ബെഞ്ച് പോലുള്ളത്തേൽ ഇവനെ കൊണ്ട് വെക്കും. 3 ദിവസം കഴിഞ്ഞിട്ട് 4-ാം ദിവസമേ അകത്തെ കല്ലറയിൽ വെക്കത്തുള്ളൂ. അതുവരെ ആളുകൾക്ക് വന്നിട്ട് ഇവനെ കല്ലറയിൽ ഇറങ്ങി ഇവനെ കണ്ട് തിരിച്ചു പോവാം. നമ്മൾ വിചാരിക്കുമ്പോൾ ഇവിടെ സെല്ലുണ്ടാക്കി വെച്ചതുകൊണ്ടല്ല അവിടുത്തെ കല്ലറ. ഞാൻ ഈ ലാസറിനെ അടക്കിയെന്ന് പറഞ്ഞ കല്ലറയ്ക്കകത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. യേശുവിനെ അടക്കിയ കല്ലറയ്ക്കകത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവം അനുവദിച്ചാൽ പോകണം. ഇപ്പോൾ പോകണ്ട, യുദ്ധമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഓർപ്പിച്ചത് അത്രയും അകത്ത് കൊണ്ട് വെക്കുന്നത് 4-ാമത്തെ ദിവസം വെച്ചാൽ പിന്നെ ആർക്കും കാണാനൊക്കത്തില്ല. അർത്ഥം ഇനി ആ ആത്മാവ് തിരിച്ചുവനിൽ വരത്തില്ല. ആ 3-ാമത്തെ ദിവസമായിരുന്നു യഹൂദന്മാർ പറഞ്ഞു ചത്തിട്ടൊന്നുമില്ലായിരുന്നു, ആ പുള്ളിയുടെ മിടുക്കൊണ്ടൊന്നുമല്ല, ഞങ്ങളെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് അങ്ങ് എഴുന്നേറ്റാന്നൊക്കെ പറയും. നമ്മളെന്തോ ചെയ്താലും ഒടുവിൽ ചെറിയ അവകാശവാദം പറയാമല്ലോ, അത് പുള്ളിയുടെ മിടുക്കൊന്നുമല്ല, ഞങ്ങളെല്ലാം കൂടി ചെയ്താന്നൊക്കെ പറയുന്നവരില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവരെല്ലാം കൂടി പറഞ്ഞേനെയും അത് യേശുവിൻ്റെ കഴിവൊന്നുമല്ല, പുള്ളിയുടെ ആത്മാവ് മൊത്തം പോയിട്ടില്ലായിരുന്നു, കറങ്ങി നിന്നും വെച്ച് 3-ാം ദിവസം അകത്ത് കയറി എണ്ണിച്ച് വന്നാന്നൊക്കെ പറഞ്ഞേനെ. അതുകൊണ്ട് ഇവൻ്റെ എല്ലാ കണക്കൂട്ടൽ തെറ്റാണ് കർത്താവ് വെയിറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യുന്ന വിടുതലിൻ്റെ മഹത്വം കർത്താവിന് മാത്രം വേണം, വേറെ ഒരുത്തനെടുക്കാൻ സമ്മതിക്കത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാവിലെ നിന്റെ വിടുതലിൻ്റെ മഹത്വം ആർക്ക് വേണം പറഞ്ഞേ? കർത്താവ് മഹത്വപ്പെടുന്ന കുറിച്ച് എത്ര പേരുണ്ട്? നിന്റെ വഴി തുറക്കുന്നത് കർത്താവാ, നിന്റെ വിടുതൽ നടത്തുന്നത് കർത്താവാ, നിന്റെ തലമുറയെ മാനിക്കുന്നത് കർത്താവാ, നിന്റെ തലമുറയ്ക്ക് ജയം തരുന്നത് കർത്താവാ, നിന്റെ അടയപ്പെട്ടെന്ന് പിശാച് വാദിച്ച വഴികളെ തുറക്കുന്നവർ കർത്താവാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈ 4-ാമത്തെ ദിവസമാണ് വലിയ കല്ല് ഉരുട്ടി വെച്ച് ക്ലോസ് ചെയ്യും. പിന്നെ നാറ്റം വെളിയിൽ വരാതിരിക്കാൻ മൊത്തം സീല് ചെയ്യും. ഒരല്ലേ പറഞ്ഞേ? കർത്താവ് പറഞ്ഞ ആദ്യം നീയെല്ലാം കൂടി നീ ഒരിക്കലും വിടുതലെന്ന് പറഞ്ഞ വെച്ച് ആ കല്ലം ഉരുട്ടി മാറ്റുക. സ്വത്രം പറഞ്ഞേ. നിനക്കെതിരെ നിൻ്റെ സ്വന്തം സഹോദരിമാരും സഹോദരന്മാരും ബന്ധുക്കാരും എല്ലാം കൂടെ ചേർന്ന് വെച്ച ചില കല്ലുണ്ട്, അതെല്ലാം കൂടെ നീ തന്നെ അങ്ങ് ഉരുട്ടി മാറ്റണം. നീയായിട്ട് കെട്ടിയ കുറേ കെട്ടുണ്ട്, വാ കൊണ്ട് പറഞ്ഞും കൈ കൊണ്ട് പറഞ്ഞും ഒക്കെ കെട്ടിയ കുറേ കെട്ടുണ്ട്. നീ പറഞ്ഞ കെട്ടുകൾ വല്ല നിനക്കറിയാമോ?
ഓ അല്ലേലും അവൻ ശരിയാകത്തില്ല, എനിക്ക് അന്നേ അറിയാം പാസ്റ്റർ, പിന്നെ ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. നിന്റെ പ്രാർത്ഥന ആയുസ് ദൈവം കേൾക്കത്തില്ല. അവരല്ലേ പറഞ്ഞേ, നീ വാ കൊണ്ട് പറഞ്ഞ് നീ തന്നെ ആ നന്മ കെട്ടുക. നിന്റെ കൊച്ചു നന്നാകത്തിരുന്ന് ആരാ നിന്നോട് പറഞ്ഞ്? നിന്റെ കൊച്ചിൻ്റെ വഴി തുറന്ന് ആരാ നിന്നോട് പറഞ്ഞ്? നീ ഇന്ന് രാവിലെ പോസിറ്റീവ് പറഞ്ഞ് 4 നാളായാലും നാറ്റം വമിച്ചാലും എൻ്റെ കർത്താവ് വന്നാൽ ഹല്ലേലൂയ ആ ഉയർക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ ഉയർപ്പിച്ച ലാസറിൻ്റെ വീട്ടിൽ വന്നു. ഈ വീട് ആദ്യം അറിയപ്പെട്ട മാർത്തയുടെ വീട്. പിന്നെ വീട് അറിയപ്പെട്ട ബഥാനിയിലെ മാർത്തയുടെ സഹോദരിയായ മറിയയുടെ വീടാണ്. പിന്നെ വീട് അറിയപ്പെട്ടത് ഉയർത്തെഴുന്നേറ്റ ലാസറിൻ്റെ വീടാണ്. 3 പ്രാവശ്യമായിട്ട് വീടിൻ്റെ അഡ്രസ്സ് മൊത്തം മാറി കേട്ടോ. ഒരല്ലേലിയ പറഞ്ഞേ, അല്ലേ ഇപ്പോൾ അറിയപ്പെടുന്നത് ലാസറിൻ്റെ വീടെന്ന് അല്ലേലിയ പറയണം. ചിലതൊക്കെ സഹോദരിമാരുടെ പേരിലാണ് എല്ലാം നടക്കുന്നത്. പക്ഷേ ഇവിടെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ലാസർ വന്നു, സഹോദരിമാർ വിളമ്പ്. പക്ഷേ പന്തിയിലൊരുത്തന് ഇരിപ്പുണ്ട്, ഇപ്പുറത്ത് ഉയർപ്പിച്ചവനും അപ്പുറത്ത് ഉയർത്തവനും. ഈ രാവിലെ നീയും ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ സ്റ്റേജിൽ യേശു നിൽക്കുക എന്നോർത്തു. നീ അവിടെ ഇരിക്കുകയാണെങ്കിൽ പന്തിയിൽ ഹല്ലേലൂയ, നിന്റെ കൈയും കാലും പൂട്ടിക്കെട്ടി മുഖം റൂമാല് കൊണ്ട് കെട്ടി നിന്റെ ദേഹം ശീല കൊണ്ട് പൊതിഞ്ഞു വെച്ചാലും നിന്നെ പന്തിക്കിരുത്തുന്ന ഒരു ദൈവമുണ്ട്. എന്നോട് കർത്താവ് പ്രവചിക്കാൻ പറയുന്നു, എല്ലാം അവസാനിച്ചെന്ന്, എല്ലാം അസ്തമിച്ചെന്ന്, ഇനി ഒരു ഉയർച്ചയില്ലെന്ന് ദുഷ്ടൻ വിധി പറഞ്ഞിടത്ത് ഇന്ന് രാവിലെ യേശുവിൻ്റെ ഒരു വാക്കിനാൽ നിന്റെ കെട്ടഴിയുന്ന പകൽ അവിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചേ. അസാധാരണ ഒരു ദൈവ പ്രവൃത്തി ഇന്ന് രാവിലെ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടട്ടെ. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ യഹൂദന്മാർ മൊത്തം അവിടെ വന്നിട്ടുണ്ട്. ഈ യഹൂദന്മാർ കഴിഞ്ഞ 4 ദിവസം മുമ്പേ അവിടെ വന്നും വെച്ച് മറിയ കരയും, കൂടി വരെന്ത് ചെയ്യും? കരയും. മറിയ കരയും, കൂടി വരികരയും. മാർത്ത കരയും, കൂടി വരികരയും. പക്ഷേ 4-ാമത്തെ ദിവസം ഇവരും യഹൂദന്മാർ കരയുന്ന കണ്ടപ്പോൾ കർത്താവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? മറ്റവരെല്ലാം കരഞ്ഞു, കണ്ണ് കലങ്ങി. പക്ഷേ കർത്താവിൻ്റെ ഉള്ളം പറഞ്ഞേ, നിന്റെ വിഷയത്തെ കണ്ടിട്ട് കർത്താവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങണം. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കാം. എൻ്റെ സ്നേഹിതൻ, എൻ്റെ കൂടെ പന്തിയിലിരുന്നവൻ, ഒന്നിച്ച് സഹകരിച്ചവനെ പ്രായം മുറ്റും മുമ്പേ, ആയുസ് തീരും മുമ്പേ, ഹല്ലേലൂയ, അവനെ കൊണ്ട് ശവക്കുഴി വെച്ചു, ക്ലോസ് ചെയ്തു. ഇനി ആയുസ്സിൽ ഇവൻ എന്തില്ല, ഒരു വിടുതലിൽ നിന്ന് ലോകം മൊത്തം വിധി പറഞ്ഞു. കർത്താവ് അത് കണ്ടപ്പോൾ ദുഷ്ടൻ ചെയ്ത ആ പദ്ധതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി. ഇന്ന് രാവിലെ ചിലരെ കണ്ടിട്ട് ചിലരുടെ വിഷയങ്ങളെ കണ്ടിട്ട് ചിലരുടെ ഭാരങ്ങളെ കണ്ടിട്ട് കർത്താവ് ഒന്ന് ഉള്ളം നൊന്ത് കലങ്ങിയാൽ മറ്റൊരു കരയുന്നത്. എനിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ആരോടും പറയണ്ട. ഇപ്പം നമ്മുടെ സിജനം കരയുവാന്നിരിക്കട്ടെ, ഒരു വലിയ വിഷയത്തിൽ കരയുവാണെങ്കിൽ അത് കാണുമ്പോൾ ഞാനും കരയും. എനിക്ക് ആ സങ്കടം ഉണ്ടായിട്ടല്ല, സിജൻ കരയുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു എൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ആരെങ്കിലും കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്ത് കളയും? ഹലോ, അത് കണ്ട് കരയുന്നതാണ്. ഹലോ, ചിലർ കരയുന്ന കേൾക്കുമ്പോൾ ചിലരെന്ത് ചെയ്യും? അത് കേട്ട് കരയുന്നതാണ്. സ്തോത്രം പറയണം. പക്ഷേ യേശു കരഞ്ഞതൊന്നും ഉള്ളം നൊന്താ. ഇന്ന് പകൽ നിന്റെ വിഷയത്തിൻ്റെ മേൽ അവൻ്റെ ഉള്ളം നൊന്താൽ, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഭാരമേറിയ വിഷയം, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം, കല്ലറയ്ക്കകത്ത് ഒതുക്കിയ വിഷയം, കല്ല് ഉരുട്ടി വെച്ച വിഷയം, ഈ രാവിലെ യേശുവിൻ്റെ ഉള്ളം നൊന്തു കലങ്ങിയാൽ ഒറ്റ വാക്കിൽ ആ വിഷയത്തെ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, നിന്റെ ഭവനത്തിനകത്ത് സൗരഭ്യം പരത്താൻ. ഈ 2026 ഏപ്രിൽ മാസം 19 രാവിലെ 8:45 എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ഭവനത്തിൽ വീണ്ടും ഒരു സൗരഭ്യം പരക്കും? നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞവൻ പന്തിയിലിരിക്കും.
ഉയർപ്പിച്ചവൻ എൻ്റെ വീട്ടിൽ വരും. ഹല്ലേലൂയ. ഇന്നലകളിൽ വന്നതൊക്കെ മറിയയ്ക്ക് ക്ലാസ് എടുക്കാൻ വന്നതാ, സ്വതന്ത്രം പറഞ്ഞില്ല. പക്ഷെ ഇന്ന് വന്നേക്കുന്നത് അങ്ങനല്ല. ഉയർത്തവന്റെ കൂടെ ഒരു പന്തി ഭോജനത്തിന് വന്നതാ. ഹല്ലേലൂയ. അവൻ അവിടെ വന്നപ്പോൾ, ഉയർപ്പിച്ചവനും ഉയർത്തവനും വന്നപ്പോൾ ഭവനത്തിനകത്ത് സൗരഭ്യം പരന്നെങ്കിൽ ഇന്ന് രാവിലെ നശിക്കുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നീ ഒരു സൗരഭ്യമായി മാറേണ്ടതിന് നിനക്കൊരു കാര്യം അറിയാമോ? യേശു വന്ന് ക്ലാസ് എടുക്കുന്ന മുറിയിൽ ഒരു പക്ഷെങ്കിൽ ഒരു കൊച്ചു പായ ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല, ഒരു ഡെറി ഉണ്ടായിരിക്കും. ഈ മറിയ ആ ഡെറിയിലിരിക്കുന്നു. കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നു, മറിയെ കുറിച്ചെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കരയുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. മാർത്തയകത്ത് ഭയങ്കരമായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള തിരക്കുകളാണ്. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഭവനത്തിൽ ലാസർ ദീനമായപ്പോൾ ഈ മറിയ ആൾ വിട്ടറിയിച്ചു, നിൻ്റെ സ്നേഹിതൻ ദീനമായിട്ട് കിടക്കുന്നു. പക്ഷേ യേശു ശുശ്രൂഷയുടെ തിരക്കൊണ്ട് അങ്ങോട്ട് വന്നേയില്ല. 4-ാമത്തെ ദിവസം ശിഷ്യന്മാർ പറഞ്ഞു, നമ്മുടെ സ്നേഹിതൻ ലാസർ ഉറങ്ങുന്നു, നമുക്ക് അവനെ പോയി ഉണർത്താമെന്ന് പറഞ്ഞ് കർത്താവ് ഇങ്ങനെ യാത്രയാകാണ്. അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞ് നമുക്കൂടെ പോയി ലാസറിൻ്റെ കൂടെ മരിക്കാമെന്ന് പറഞ്ഞ് ഇവർ കൂടെ പോകുന്ന വിശ്വാസികളുടെ വിശ്വാസം മനസ്സിലായോ? യേശു പറഞ്ഞു നമുക്ക് അവനെ പോയി ഉണർത്താം. കൂടെ പോകുന്ന ശിഷ്യന്മാരെ നമുക്കൂടെ അവൻ്റെ കൂടെ പോയി നമുക്കൂടെ അവൻ്റെ കൂടെ പോയി അവിടെ മരിക്കാം എന്ന് പറഞ്ഞാൽ കൂടെ പോകുന്നത്. അങ്ങനെയുള്ളവരുമായി പോയി അവിടെ ചെന്നു. കർത്താവ് അവനെ വിളിച്ചു, അവൻ സൗഖ്യമായി, അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് കർത്താവിന് അങ്ങ് പോയെന്നല്ല, കർത്താവ് ആ വീട്ടിൽ ഒരു വലിയ വിരുന്നൊരുക്കുന്നിടത്തേക്ക് വന്നു. അല്ല, വിലാപ ഭവനം എന്തായി മാറി? വിരുന്ന് പറഞ്ഞതിൻ്റെ കൂടെ വിലാപഭവനം എന്തായി മാറി? വിരുന്ന് വീടായി മാറി. ഹല്ലേലൂയ. വിലാപം പാടിയവരൊക്കെ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഭക്തൻ എഴുതി, എൻ്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, നിന്റെ ചില വിലാപത്തെ, സഹോദരി ശ്രദ്ധിച്ചേ, നിന്റെ ചില വിലാപത്തെ, നാളുകളായി വിലപിക്കുന്ന ചില വിഷയം, നീ ആരും അറിയാതെ നിന്നെ ലോകം വിരൽ ചൂണ്ടി അത് അവൻ്റെ കുഴപ്പം കൊണ്ടാ, അത് അവിടെ കുഴപ്പം കൊണ്ടാ, അവന് സൂക്ഷ്മതയില്ലാഞ്ഞതുകൊണ്ടാ, അവൻ ഉത്തരവാദിത്തമില്ലാഞ്ഞുകൊണ്ടാ, അവൻ നശിപ്പിച്ചതാ എന്നൊക്കെ നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി പറയുമ്പോൾ ഇതൊന്നും വിമർശിക്കാതെ, ഹല്ലേലൂയ, അത് ചികിത്സയുടെ പിഴവാ പറ്റിപ്പോയത്. അത് ആ ആശുപത്രി ലാസറിനെ കൊണ്ടുപോകണ്ടായിരുന്നു, അവനെ ഈ ആശുപത്രി കൊണ്ടുപോയാൽ മതിയായിരുന്നു, നിങ്ങൾ നേരെ അങ്ങ് കോട്ടയത്തോട്ട് വണ്ടി വിട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാൻ കുറച്ച് പേര് കാണും. പക്ഷെങ്കിൽ ഇതൊന്നും യേശു പറഞ്ഞില്ല. യേശു ചെന്ന് ഉറങ്ങുന്നവനെ ഉണർത്തി. എന്നിട്ട് പന്തിയിൽ പോയി ഇരിക്കുമ്പോൾ വീടും മുഴുവൻ സൗരഭ്യം നിറഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പൈതലേ, നീ ഭാരപ്പെട്ട ചില വിഷയത്തിന്മേൽ ഈ പട്ടണത്തിൽ നീ ഒരു സൗരഭ്യമാകാൻ പോകുകയാണ്. നിന്റെ ഭവനം ഒരു സൗരഭ്യമാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ ഭവനത്തെ നോക്കി ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്റെ ഭവനത്തിന്റെ ഉള്ളറയെ ഒരു സൗരഭ്യമാക്കി മാറ്റാൻ. ഹല്ലേലൂയ. നമ്മൾ ഈ കല്യാണത്തിന് മാത്രം വായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്, 45-ാം സങ്കീർത്തനം. വാസ്തുവിൽ അത് എപ്പോഴും വായിച്ച് ധ്യാനിക്കേണ്ട സങ്കീർത്തനം. പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ 45 കല്യാണത്തിനും 90 മരണത്തിനും ഒക്കെ നമ്മൾ വായിക്കാറുള്ളൂ. 91 എല്ലാ ദിവസവും നമ്മൾ വായിക്കും. പ്രൈസ് ദി ലോർഡ്. 90 ചാകുമ്പോൾ മാത്രം വായിക്കാനുള്ളതല്ല, 45 പെണ്ണ് കെട്ടിക്കുമ്പോൾ മാത്രം വായിക്കാനുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങ് ആക്കി വെച്ചേക്കുക. പോട്ടെ, എൻ്റെ വിഷയമല്ല. 45-ന്റെ 8-ാമത്തെ ഒരു വാക്യമുണ്ട്, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇല്ലേ? നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കും. ഒരല്ലേ പറഞ്ഞ് ഈ എഴുതിയേക്കുന്നത് മനുഷ്യപുത്രന്മാരിൽ സുന്ദരനായവന് വേണ്ടി സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ ഒരുക്കുന്ന സഭയോടും കാന്തനോടും ബന്ധപ്പെട്ട സങ്കീർത്തനമാണ് 45. അതിൽ കാന്തയായ മണവാട്ടിയോട് പറയാണ്, നിന്റെ വസ്ത്രമെല്ലാം മൂറും
ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കട്ടെ. കല്യാണ മണവാട്ടിക്ക് അണിയിക്കുന്ന വസ്ത്രം പോലെ സഭയാകുന്ന കാന്തയെ അണിയിച്ചിരിക്കുന്ന വസ്ത്രമുണ്ട്. അതിൽ ഒന്നാമത്തെ വസ്ത്രത്തിന്റെ പേര് രക്ഷയുടെ ഉല്ലാസ വസ്ത്രമെന്ന ഒരല്ലി പറഞ്ഞേ. കാൽവറിയിൽ ചൊരിഞ്ഞ തങ്കച്ചോരയാ നിന്നെ വീണ്ടെടുക്കുമ്പോൾ നിന്നെ അണിയിക്കുന്ന വസ്ത്രത്തിന്റെ പേരാണ് രക്ഷയുടെ ഉല്ലാസ വസ്ത്രം. ഹല്ലേലൂയ. രക്ഷയുടെ ഉല്ലാസ വസ്ത്രം ധരിച്ച് ആ പന്തലിലേക്ക് പ്രവേശിക്കുന്നവനാണ് കല്യാണ വസ്ത്രം ധരിപ്പിക്കുന്നത്. ഒരല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഈ വസ്ത്രമെല്ലാം ധരിക്കുമ്പോൾ നമ്മളൊക്കെ പണ്ട് വീടിൻ്റെ മുറ്റത്ത് പന്തലിട്ട് കല്യാണം നടത്തിയ കാലത്ത് നമ്മുടെ വാതിക്ക് 2 പിള്ളേരെ നിർത്തും. ചെറിയ ഒരു പനിനീർ കുപ്പിയുമായിട്ട് കയ്യിൽ ഓരോ നാരങ്ങായും വെച്ച് കൊടുക്കും. അല്ലെ വരുന്നവർക്കെല്ലാം ഒരു നാരങ്ങായും കൊടുക്കും, പനിനീരും കൊടുക്കും. ഇപ്പം ആ സിസ്റ്റം ഒന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പം ഷുഗർ ഉള്ളവർക്കെല്ലാം ഓരോ മധുരം കൊടുത്ത് വിടുകയാണ് ഒന്നുകൂടെ കൂടാനായിട്ട്. പണ്ട് അങ്ങനല്ല. വരുന്നവൻ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടോ? കണയോലയൊക്കെ വളച്ച് കെട്ടി, ഓലയൊക്കെ കെട്ടി നല്ല പന്തലുണ്ടാക്കി, മിന്നൽ 2 ആർച്ച് പോലൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് എൻ്റെ വാതൊക്കെ 2 പിള്ളേർ നിൽക്കും. ഭയങ്കര ആവേശമാണ്. വരുന്നവനെല്ലാം ഇവന്മാരെന്ത് ചെയ്യും? അകത്തോട്ട് കയറുന്നവന് പനിനീർ പുഷ്പത്തിൻ്റെ അല്ലെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധവുമായിട്ടാണ് അകത്തോട്ട് കയറുന്നത്. അതുപോലെ രക്ഷയുടെ ഉല്ലാസ വസ്ത്രം ധരിച്ച, മണവാട്ടിയുടെ വസ്ത്രം ധരിച്ച, കല്യാണ വസ്ത്രം ധരിച്ച മണവാട്ടിയുടെ ശരീരത്തിന്മേൽ മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായതായിരിക്കണം. ഒരല്ലേ പറഞ്ഞേ. അതുകൊണ്ടാണ് എസ്തേർ കൊടുത്തതല്ലാതെ വേറെ ഒന്നും ചോദിച്ചില്ല. അവൾക്ക് 1 വർഷം ഒരുങ്ങാൻ കൊടുത്തത് കൊണ്ട് അവൾ ഒരുങ്ങി. കൊട്ടാരത്തിൻ്റെ അരമനയുടെ വാതിക്കൽ രാജാവിൻ്റെ സിംഹാസനം അടുത്തപ്പോൾ ആ വസ്ത്രത്തിൻ്റെ മൂറും ചന്ദനവും സുഗന്ധവും ദന്തമന്ദിരങ്ങളിലിരിക്കുന്ന രാജാവിൻ്റെ കാതിൽ കമ്പിനാദം പോലെ മുഴങ്ങിയപ്പോൾ രാജാവ് ചെങ്കോൽ അങ്ങോട്ട് നെട്ടിപ്പറഞ്ഞു, ഹല്ലേലൂയ, എസ്തേറേ, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഇന്ന് രാവിലെ ചിലരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ സുഗന്ധം ആസ്വദിച്ചിട്ട് നിന്നെ നിശ്ചയമായി ഒന്ന് അനുഗ്രഹിക്കുന്ന പകലായി തീരുവാൻ. ഓ ഹല്ലേലൂയ. സ്തോത്രം പറയുന്നതിന് നാവ് കൊണ്ട് ദുഷിക്കരുത്. ഈ നാക്കിന് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാമെന്ന് ഞാൻ പറയാം. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണ്. എത്ര മക്കളെ? 5. ഏതൊക്കെയാണെന്നറിയാമോ? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ത്വക്ക് മാത്രം ദേഹം മൊത്തം അങ്ങ് വെച്ചേക്കുക. ബാക്കിയെല്ലാം കഴുത്തിന് മേളിലാണ്. 4 ഇന്ദ്രിയം. അല്ലെ, ചെവി 2 ഓപ്പണായി തുറന്ന് വെച്ചേക്കുക. ഈച്ചയ്ക്കും മണ്ടിനും എല്ലാം കയറാം. ഹലോ. മൂക്ക് 2 തുറന്ന് വെച്ചേക്കുക. പക്ഷെ അപ്പുറത്തെ മൂക്ക് ഇതുവരെ ഇപ്പുറത്തെ മൂക്ക് കണ്ടിട്ടില്ല. കണ്ണ് 2 ഓപ്പണാണ്. അപ്പുറത്തെ കണ്ണിതുവരെ ഇപ്പുറത്തെ കണ്ണിനെ കണ്ടിട്ടില്ല. ചെവി 2 ഓപ്പണ. പക്ഷെ ആ ചെവി ഇതുവരെ ഈ ചെവിയെ കണ്ണാടി നോക്കില്ല, ഇതൊന്നും കാണാനൊക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഒന്നിനും കാണാൻ വയ്യാത്തതുപോലെ 32 ഇരുമ്പ് ഗിരിലിനെക്കാട്ടി വിലയുള്ള 32 ഇരുമ്പ് ഗിരില് പോലുള്ള പല്ലിനകത്ത് അടിയിലൊരു, നാക്കിൻ്റെ അടിയിലൊരു കെട്ട്, ആ കഴുത്തിൻ്റെ അവിടെ 2 ക്ലിപ്പിട്ടൊരു കെട്ട്. കാരണം ഒത്തിരി ഇത് ഇറങ്ങി വന്ന പ്രശ്നമാണ്. എന്നിട്ട് 24 മണിക്കൂറും വെള്ളത്തിലിട്ട് വെച്ചേക്കുക. മെർക്കുറി ഇട്ട് വെച്ചേക്കുന്നതിന് വിട്ട് മെർക്കുറി വെളിയിലെടുത്ത് പുകയാൻ തുടങ്ങും, 5 ദിവസം കത്താൻ തുടങ്ങും. അതുകൊണ്ട് ഇത് വെളിയിലിറങ്ങിയ കത്തുവെന്നറിയാവുന്നതുകൊണ്ട് അകത്തൊരു കെട്ട്, നാക്കിനടിയിലൊരു കെട്ട്. ഒരല്ലിയെ പറഞ്ഞേ. പിന്നെ 32 കില്ല്, പിന്നെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചേക്കുക. അതുപോലൊരു വലിയ കുഴപ്പമുള്ള സാധനം. 5 ഇന്ദ്രിയത്തിൽ ബാക്കിയെല്ലാം ഓപ്പണാ. ഒരെണ്ണം മാത്രം സുരക്ഷിതമായി വെച്ചേക്കുന്നതുകൊണ്ട് സൂക്ഷിച്ചില്ല, ഇതിനകത്തു നിന്ന് കയ്പുള്ള വെള്ളം വരും. സ്വത്രം പറഞ്ഞില്ല. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിനകത്ത് എന്നാ വരും? പറ. കയ്പുള്ള വെള്ളം. ആ ഒറ്റ വെള്ളം കുടിക്കുന്ന മൊത്തം വിശ്വാസിയും കഴിക്കും. പിന്നെ ഞായറാഴ്ച വരുമ്പോൾ സന്തോഷവും ഇല്ല, സ്തോത്രവും ഇല്ല. പിന്നെ വരാതിരുന്നാൽ എന്നെ പറയുമ്പോൾ വന്ന് ഇരുന്നേച്ച് പോകും, ഒരു ഗുണവും പ്രാപിക്കത്തില്ല. പക്ഷെ ആ ഉറവിൽ തന്നെ മധുരമുള്ള വെള്ളം പുറപ്പെടും. നല്ല സ്തോത്രം പറഞ്ഞേ. മധുരമുള്ള വെള്ളം പുറപ്പെടണമെങ്കിൽ അതേ കരയ്ക്ക് നിൽക്കുന്ന വൃക്ഷമായ കർത്താവിൽ നിന്ന് ഒരു കൊമ്പ് വെട്ടി അങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ ഏത് കയ്പും മധുരമാകും. ഇന്ന് രാവിലെ നിന്റെ അധരത്തെ ഒന്ന് സൂക്ഷിച്ചിട്ട് ആ നാവ് കൊണ്ട് സ്തുതിക്കാൻ തയ്യാറാകുമെങ്കിൽ, ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയ നാറ്റം വെച്ചെന്ന് പറഞ്ഞ പെങ്ങള് തന്നെ പറഞ്ഞു വീട്ടിൽ സൗരഭ്യം പരന്നെന്ന്.
നിന്റെ സ്വന്തമോ രക്തമോ ബന്ധമോ നാറ്റം വെച്ചെന്ന് പറഞ്ഞ ചില വിഷയങ്ങളിൽ അവരുടെ നാക്കുകൊണ്ട് പറയണം, ഓ ഇങ്ങനെ കയറി വരുമെന്നൊന്നും ഞാൻ ഓർത്തില്ല കേട്ടോ, ഇങ്ങനെ ഉയരുമെന്നൊന്നും ഞാൻ ഓർത്തില്ല. കർത്താവ് എത്ര അത്ഭുതവാനാണ്. കർത്താവ് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിലും ഒരത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് ആരോടൊക്കെയോ ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. കൈപ്പേറിയ ജലമണ്ഡലങ്ങളെ, ഓ ഹല്ലേലൂയ.